സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാര്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് തിരുവാതിര നക്ഷത്ര ജാതകരുടെ ശനിയുടെ അവസ്ഥാസ്ഥിതി ഗതിയെ പറ്റിയാണ്. അവർക്ക് ശനി ഇപ്പോൾ മിഥുനക്കൂറുകളാണല്ലോ. അവർക്ക് ശനി 9-ൽ, അതായത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. വ്യാഴം 12-ലേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ ശനി ഇവർക്ക് എങ്ങനെയൊക്കെയാണ് ഗുണം ചെയ്യുന്നത്? ഈ ശനി 2025 മാർച്ച് 29 വരെ കാണപ്പെടുന്നു. ശനി ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു, അതായത് 9. മിഥുനക്കൂറിന്റെ 9-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. ശനി 9-ൽ നിൽക്കുന്നു, എന്നാൽ അത് ഭാഗ്യസ്ഥാനവുമാണ്. അപ്പോൾ ഇവർക്ക് ഭാഗ്യം പതുക്കെ ശനിയുടെ അവസ്ഥ പോലെ ഭാഗ്യം പതുക്കെ മെല്ലെ മെല്ലെ വന്നു ചേരുകയാണ്. ഇനി മുതൽ ശനിയുടെ നല്ല അവസ്ഥകൾ ഇവർക്ക് വന്നു ചേരും. കഴിഞ്ഞ ഒരു കൊല്ലവും ശിഷ്ടവും വരെ വലിയ ഫലം ചെയ്തില്ല. ഇനി ശനിയെ കൊണ്ട് അവർക്ക് വളരെ നല്ല പ്രയോജനങ്ങളായ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. മുടങ്ങിയിരുന്ന കെട്ടിടം വയ്പ്, അതിനുവേണ്ടി മുടങ്ങിയിരുന്ന ലോണുകൾ ലഭിക്കുക, അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് സ്വത്ത് കിട്ടുക, ഗൃഹനിർമ്മാണത്തിന് വേണ്ടി പഴയ ഭൂമി ലഭിക്കുക, ഗൃഹം വാങ്ങാനോ അല്ലെങ്കിൽ പഴയ ഗൃഹം നന്നാക്കാനോ ഉള്ള ഭാഗ്യം, ഇവയെല്ലാം അനുഭവയോഗമാകുന്നു. പിന്നെ തൊഴിൽ ചെയ്യുന്നവർക്ക് സർക്കാർ സംബന്ധിച്ചോ അതുപോലെയുള്ള പൊതുമേഖലകളിലോ IT സംബന്ധിച്ചോ ഉള്ള സ്ഥാപനങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ഇനി സ്ഥാനമാറ്റങ്ങൾ വരുവാൻ പോവുകയാണ്. 9 ഗുരുസ്ഥാനമാണ്. അപ്പോൾ അവർക്ക് മെല്ലെ മെല്ലെ പ്രൊമോഷന്റെയും അവസ്ഥകൾ കൈവരിക്കുകയാണ്. ഇപ്പോൾ ഇവർക്ക് ചന്ദ്രൻ 12-ൽ വ്യാഴം നിൽക്കുന്നുവെങ്കിലും ചിലവുകൾ കൈവരും. അത് കെട്ടിടം വച്ചോ ഭൂമി വെച്ചോ അല്ലെങ്കിൽ മുതിർന്നവർക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വിദേശത്ത് അയച്ചോ അല്ലെങ്കിൽ വേറെ ഭൂമി എന്തെങ്കിലും വാങ്ങിയോ കുറച്ച് ചിലവുകൾ കൈവരേണ്ട സമയമാകുന്നു. എങ്കിലും ശനിയുടെ ഈ സ്ഥിതി മെല്ലെ മെല്ലെ അവരെ ഭാഗ്യ ഐശ്വര്യത്തിലേക്കും ഉയർച്ചയിലേക്കും കൊണ്ടുപോവുകയാണ്. ചില ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊമോഷനും, ഉദ്യോഗം ലഭിക്കാനുള്ളവർക്ക് നീണ്ട ലിസ്റ്റുകൾ അനുകൂലമായി വരികയും അതിൽ അവർ തൊഴിൽ ചെയ്യുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗ ലെവലിൽ ഇരിക്കുന്നവർക്ക് സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള അവസരവും 2025 മാർച്ച് 29-ക്കകത്ത് ഇവർക്ക് മുടങ്ങിയ പല തൊഴിൽ അവസ്ഥകളും മുന്നേറുകയും ചില കേസ്, വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കാലഘട്ടത്തിനകത്ത് പൂർത്തിയാക്കുവാനും ഇവർക്ക് വിജയിച്ചു വരുവാനും സാധിക്കും. അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ കാത്തിരിക്കുന്നവർക്കും അവസരങ്ങൾ കൈവരികയാണ്. ശനി ഇവർക്ക് സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് ശനി വലിയ ദോഷം ചെയ്യുകയില്ല. എങ്കിലും ശനിയുടെ തുടക്കം കുറച്ചു കാലം എല്ലാ കാര്യങ്ങളും മന്ദഗതിയിലേക്ക് സഞ്ചരിച്ചിരുന്നു. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് വേണ്ടി പ്രത്യേക ചികിത്സയോ മരുന്നുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുതിയ ചികിത്സകൾ തേടുന്നവർക്കോ അനുകൂലമായ കാലഘട്ടമാകുന്നു. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനും അവസരങ്ങൾ കൈവരികയാണ്. ചിലപ്പോൾ സ്ഥാനം വിട്ടുള്ള പഠനത്തിന് ഈ ശനിയുടെ അവസ്ഥ അവരെ കൈപിടിച്ച് കൊണ്ടുപോകുന്നു. ശനി അവർക്ക് ക്ഷേത്ര ബലവാനായതുകൊണ്ട് മിഥുനക്കൂറുകാർക്ക് വലിയ ദോഷം ചെയ്യുകയില്ല. വ്യാഴന്റെ 12-ലെ സ്ഥിതി ആദ്യകാലങ്ങളിൽ അനിഷ്ടത, സാമ്പത്തിക അനിഷ്ടത, മാനസികമായി ചെറിയ പ്രയാസങ്ങൾ എല്ലാം സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകും പോലെ ഉണ്ടാകും. എങ്കിലും ഈ കാലഘട്ടം കഴിയുമ്പോൾ അവയെല്ലാം മാറി വളരെ ഐശ്വര്യവത്തായി തന്നെ പോകും. അതുപോലെ
ഇവർക്ക് ഏതാണ്ട് വിവാഹം തുടങ്ങുവാനെല്ലാം ശരിയായി വന്നിരുന്നാലും സ്വല്പ കാലതാമസം, അതായത് 4-5 മാസം കൂടെ കാത്തിരുന്ന് വിവാഹത്തിന് സാധിക്കുകയുള്ളൂ. കാരണം ചില കാരണങ്ങൾ കൊണ്ട് വിവാഹത്തിന് കഴിഞ്ഞവർക്ക് വിവാഹം നടത്താൻ പോകുന്നവർക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. എല്ലാവർക്കും അല്ല, ചിലർക്ക്. അതുപോലെ തന്നെ സന്താനലബ്ധി, ഗ്രഹം, വാഹന സൗഖ്യം, മാനസിക സൗഖ്യം എന്നിവയെല്ലാം ഈ ശനിയുടെ ഇനിയുള്ള കാലഘട്ടം അനുഭവമാകുന്നു. പൊതുവെ ഇവർ സത്യസന്ധരും സാത്വികരും മുൻദേശി ഭവിക്കുന്നവരും ആയിരിക്കും. മുൻദേശി എന്ന് പറയുമ്പോൾ ആദ്യം കാര്യം മനസ്സിലാവില്ല, പിന്നെ കാര്യം മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ വളരെ ത്യാഗമായി ഈ ദേഷ്യത്തെ മാറ്റുകയും നമ്മളോട് ഇടപഴകി വളരെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഉപദേശം തരികയും ചെയ്യും. പൊതുവെ ഇവർക്ക് ഈ ശനി പൊതുവെ അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത്. ഇനിയുള്ള കാലത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും. അപ്പോൾ വ്യാഴന്റെ മറവും ഈ ശനിയുടെ ബലം കൊണ്ട് ഏറെക്കുറെ പരിഹരിക്കുകയും ചെയ്യും. ഇവർക്ക് വിദേശവാസം, സ്വദേശവാസം എന്നീ 2 വാസങ്ങളും അനുഭവിക്കേണ്ടി വരും. കലാകാരന്മാർക്ക് അനുകൂല കാലഘട്ടമാകുന്നു. ഇവർക്ക് ഇതുവരെ വെളിയിൽ കാണാതിരുന്ന പല ലേഖനങ്ങളോ എഴുത്തുകുത്തുകളോ പുസ്തകങ്ങൾ ഇതെല്ലാം ഒരു സെപ്റ്റംബറിന് ശേഷം പ്രസിദ്ധീകരിക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ സിനിമാ രംഗങ്ങളിലും നാടകരംഗങ്ങളിലും പ്രവർത്തിക്കുന്നവർക്ക് ശോഭിക്കാനുള്ള കാലഘട്ടം വരികയാണ്. അതുപോലെ അവരുടെ കൃഷി സ്ഥലങ്ങളിൽ നിന്നും ഇനി നേട്ടങ്ങൾ ഉണ്ടാകുവാൻ പോവുകയാണ്. സാമ്പത്തികമായി അവർക്ക് തന്നെ അതുകൊണ്ട് തൃപ്തിയും നേട്ടങ്ങളും ഉണ്ടാകുവാൻ ഉള്ള അവസരമാകുന്നു. ചെറുകിട വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക് കാലം അനുകൂലമായി വരികയാണ്. അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് ഉയർച്ചയും അവർക്ക് ഉദ്യോഗാദി വിജയങ്ങളും, അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പഠനത്തിന്, സാങ്കേതിക പഠനങ്ങൾക്ക് ചില അവസരങ്ങൾ കൈക്കൊള്ളുകയാണ്. വിവാഹത്തിന് നിശ്ചയിച്ചിരുന്നാലും 5-6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടാവും. അതായത് അത് രണ്ടുപേരും കൂടെ നിശ്ചയിച്ച് ഒപ്പം കൂടെ നീട്ടും, അത്രയേ ഉള്ളൂ. അതുപോലെ സന്താനലബ്ധിയും സന്താനമില്ലാത്തവർക്ക് ചികിത്സ നടത്തുവാനും എല്ലാം നല്ല സമയമാകുന്നു. ശനി ഇവർക്ക് അനുകൂലമായ അവസ്ഥകളെ തന്നെ ഉണ്ടാക്കും. അതുപോലെ മുതിർന്നവർക്കുള്ള രോഗങ്ങൾക്കും ശാന്തി വരുന്നു. അല്പചികിത്സയിൽ കൂടെ തന്നെ അവർക്ക് പൂർണ്ണ അനുകൂലവും കൈവരിക്കും. പൊതുവെ ഇവർ ശിവന് ജലധാരയും മഹാവിഷ്ണുവിന് പാൽപായസവും മുടങ്ങാതെ കൊടുക്കണം. ശനീശ്വരനായ ശാസ്താവിന് നീലാഞ്ജനം നൽകുകയും അടുത്തുള്ള ശാസ്താക്ഷേത്രങ്ങൾ ദർശിക്കുന്നതും ഇവർക്ക് വളരെ ഉത്തമമായിരിക്കും. പൊതുവെ വളരെ സത്യസന്ധരും വിവേചിത്വമുള്ള തിരുവാതിര നക്ഷത്ര ജാതകർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറു വീഡിയോ നിർത്തുന്നു എന്ന് പുരുഷോത്തമൻ ജോസഫ്.